അല്ല, പിന്നെ അതിപ്പം നടത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല, നടത്തിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം നമുക്ക് വേണ്ടത് പ്രധാനമായിട്ട് രേഖകളാണല്ലോ നമുക്ക് വേണ്ടത്. അത് അദ്ദേഹം സഹകരിക്കുകയാണെങ്കിൽ അദ്ദേഹവുമായി, കാരണം ഇതൊക്കെ വികസനം ഒരു തുടർച്ചയാണല്ലോ. എന്തായാലും ഞാൻ പിന്നെ ആരുമായിട്ടും നിലമ്പൂരിന് വേണ്ടി, നിലമ്പൂരിൻ്റെ വികസന തുടർച്ചയ്ക്ക് വേണ്ടി ആരുമായും സഹകരിക്കാൻ തയ്യാറാണ്. ആരുമായും. എന്താ ഉച്ചക്കോ? ഇന്നലെ നമുക്ക് പിന്നെ, കാരണം അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങളിൽ എന്നെക്കുറിച്ചുള്ള കുറേ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പിന്നെ ആ പരാമർശങ്ങൾക്കൊന്നും ഞാനൊരു മറുപടിയും ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നെ സംബന്ധിച്ചോളം വ്യക്തിപരമായ പരാമർശങ്ങൾക്ക് ആരെയും അങ്ങോട്ടും വ്യക്തിപരമായ പരാമർശങ്ങൾ വേണ്ട എന്നതാണ് എൻ്റെ ഒരു നിലപാട്. കാരണം ഇത് ഞാനും അദ്ദേഹവും അല്ലെങ്കിൽ ഞാനും സ്വരാജ് എന്ന വ്യക്തിയും തമ്മിലുള്ള മത്സരമല്ല. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരിക്കലും സ്ഥാനാർത്ഥികളെക്കുറിച്ച് നമ്മൾ വ്യക്തിപരമായ പരാമർശങ്ങൾ ഉണ്ടാവരുത് എന്ന് പ്രത്യേകിച്ച് എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് 2016 ഞാൻ മത്സരിക്കുമ്പോൾ ഇതിനേക്കാളും അപ്പുറത്തുള്ള വലിയ വ്യക്തിവിദ്വേഷ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അന്നുപോലും ഞാനതിന് മറുപടി പറഞ്ഞിട്ടില്ല. പറയരുത് എന്ന് കൃത്യമായി അതിൻ്റെ പിതാവ് എനിക്ക് നൽകിയ ഒരു വലിയ, എന്താ പറയുക, പിന്നെ ഒരു നിർദ്ദേശമായിരുന്നു എന്നതാണ്. അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾക്കൊന്നും പല പ്രാവശ്യം നിങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അതിൻ്റെ നിലപാടിൻ്റെ ഭാഗം കൂടിയാണ്. നിലമ്പൂരിൻ്റെ വികസനത്തിന് വേണ്ടി ആരുമായി സഹകരിക്കാൻ തയ്യാറാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ജമാഅത്തെ ഇസ്ലാമി ആദ്യമായിട്ടല്ല നിലമ്പൂർ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്ന, UDF സ്ഥാനാർത്ഥിക്ക് 2019 രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തു, പരസ്യമായ പ്രചരണ രംഗത്തുണ്ടായിരുന്നു. 2024 രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിച്ചപ്പോൾ നിലമ്പൂരിലൊക്കെ പരസ്യമായ പ്രചരണ രംഗത്തുണ്ട്. 2024 പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലും പരസ്യമായ പ്രചരണ രംഗത്തുണ്ട്. അന്നൊന്നുമില്ലാത്ത ഒരു ചോദ്യം ഇപ്പോൾ ഇടതുപക്ഷം ചോദിക്കാൻ കാരണം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്തത്. അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പിന്തുണക്കുന്നത് വ്യക്തിയല്ല, ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ആശയത്തെ, അല്ലെങ്കിൽ UDF മുന്നോട്ട് വെക്കുന്ന ആശയത്തെ, അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ആശയത്തെ, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ആശയത്തെയാണ്. ഈ ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ആശയത്തെ പിന്തുണക്കുന്ന ആരുമായും സഹായിക്കാൻ ഇന്ത്യ മുന്നണി തയ്യാറാണ്. UDF മുന്നോട്ട് വെക്കുന്ന ആശയത്തെ ആര് സഹായിക്കാൻ തയ്യാറായാലും അവരുമായി സഹകരിക്കാൻ തയ്യാറാണ്. അല്ല, അതിനൊക്കെയുള്ള വലിയ ശ്രമം നടത്തിയല്ലോ, നടത്തിയില്ലേ? ഇവിടെ ഈ സാമുദായികപരമായി ഒക്കെ വോട്ട് ഭിന്നിക്കും എന്നൊക്കെ വലിയ പ്രതീക്ഷയ്ക്ക് വക നൽകി അതിനൊക്കെയുള്ള വലിയ ശ്രമങ്ങൾ നടത്തി. പക്ഷേ നിലമ്പൂർ അതിനൊന്നും ചെവി കൊടുത്തില്ല എന്ന് മാത്രമല്ല, നിലമ്പൂരിൻ്റെ പൈതൃകവും നിലമ്പൂരിൻ്റെ പാരമ്പര്യവും മതനിരപേക്ഷ പാരമ്പര്യമാണ്, മതേതര പാരമ്പര്യം. ഞാൻ പറഞ്ഞ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞോട്ടെ. നേരത്തെ ചോദിച്ചത് മതേതര പാരമ്പര്യമാണ് നിലമ്പൂർ വളരെ കൃത്യമായിട്ട്. കാരണം നിലമ്പൂർ കോവിലകം വലിയ പ്രശ്നങ്ങളുണ്ടായി. ഒരു തോക്ക് കേസുമായി ബന്ധപ്പെട്ട് മലബാർ സമരത്തിൻ്റെ കാലത്ത് 1921 നിങ്ങൾക്കറിയാം, ചരിത്രം വായിച്ചവർക്കറിയാം. പൂക്കോട്ടൂരിൽ നിന്നൊരു പട വരികയാണ് നിലമ്പൂർ കോവിലകം ആക്രമിക്കാൻ. ഒരു ആക്രമണമൊക്കെ അവിടെ നടന്നു. പക്ഷേ അവരെ തടുത്ത് അവരെ തിരിച്ചയച്ചത് നിലമ്പൂരിലെ മാപ്പിളമാര. അവരെങ്ങനെ തിരിച്ചയച്ചതെന്നറിയും? അവർ പറഞ്ഞത്, പൂക്കോട്ടൂരിൽ നിന്ന് നിങ്ങൾ വന്ന് ഇത് ചെയ്യുന്നത് ഞങ്ങൾക്ക് ക്ഷീണമാണ്, ഇത് ഞങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്, അത് ഞങ്ങൾ ചെയ്തോല, നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയച്ചാണ് കോവിലകത്തെ സംരക്ഷിച്ചൊരു പാരമ്പര്യം നിലമ്പൂരിൻ്റെ പാരമ്പര്യം. നിലമ്പൂരിലെ പൈതൃകമായ ഉത്സവമാണ് കളമ്പാട്ട് ഉത്സവം. നിങ്ങൾക്കറിയാം, പാട്ടടിയന്തരം എന്ന് പറയുന്ന നിലമ്പൂർ കോവിലകം വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തോടനുബന്ധിച്ച് നടക്കുന്ന ഉത്സവം. ആ ഉത്സവം ഏറ്റവും വലിയ മതേതര ഉത്സവമാണ്. ഈ പറയുന്ന ഏറ്റവും അതിസാധാരണക്കാരെ കാട്ടിൽ താമസിക്കുന്ന ആദിവാസി സമൂഹം നാടിറങ്ങുന്ന കാലമാണ്.
നാടിറങ്ങുന്ന സമയമാണ് ഈ പറയുന്ന പാട്ടുത്സവം. പാട്ടുത്സവം നടത്തുന്നതാരാ? വാസ്തവത്തിൽ കോവിലകത്തെ അവിടുത്തെ രാജമാരാണ്. അപ്പം അങ്ങനെ ഒരു വലിയ പൈതൃകം ഈ കോവിലകത്തെ രാജമാരുടെ കാര്യസ്ഥന്മാരും മുഴുവൻ മാപ്പിളമാരും ഒക്കെയാണ്. പിന്നെ അവിടേക്ക് നിലമ്പൂരിലേക്ക് വന്ന മലയോര കർഷകർ, അവരെവിടെ ഒരു പള്ളി ഉണ്ടാക്കിയാൽ ആ പള്ളിക്കടുത്തൊരു പള്ളിക്കൂടം ഉണ്ടാക്കി. അവരാണ് ജാതി നോക്കാതെ മനുഷ്യരെ നിലമ്പൂരിലെ നിരക്ഷരെ അക്ഷരം പഠിപ്പിച്ചത്. അങ്ങനെയുള്ള വലിയൊരു പൈതൃകമുള്ള മണ്ണാണ് നിലമ്പൂർ. നിലമ്പൂർ ഒരിക്കലും ആ പാരമ്പര്യത്തെയാണ് എൻ്റെ പിതാവ് 5 പതിറ്റാണ്ടോളം കാലം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ബോധപൂർവമായി ശ്രമിച്ചു പോന്നിട്ടുള്ളത്. ആ പാരമ്പര്യത്തെ തകർക്കാൻ ആരെങ്കിലും ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ വന്ന് എന്തെങ്കിലും പറഞ്ഞതുകൊണ്ടൊന്നും അത് തകരാൻ പോകുന്നില്ല. നിലമ്പൂർ അതിന് ചെവി കൊടുക്കില്ല എന്നതാണ്.